ഹലോ, വെൽക്കം ബാക്ക് ടു നോട്ട് ദി പോയിന്റ്. സാക്ഷാൽ ശങ്കറിന് ഫിലിം മേക്കിങ്ങിലെ ഏറ്റവും ബേസിക് റൂളായ 180 റൂൾ അറിയില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമുക്ക് ആദ്യം പെട്ടെന്ന് എന്താണ് ഈ 180 റൂൾ എന്ന് നോക്കാം. ഒരു സീൻ എടുക്കുമ്പോൾ അതിൽ നമ്മൾ ആദ്യം ഒരു മാസ്റ്റർ ഷോട്ട് എടുക്കും. ഇതിനെ സേഫ് ഷോട്ട് എന്നും വിളിക്കാം. കാരണം ബാക്കി ഷോട്ടുകളൊക്കെ കളഞ്ഞു പോയാലും ഈ ഒരൊറ്റ ഷോട്ട് വെച്ച് ആ സീൻ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റും. ഇനി ഈ മാസ്റ്റർ ഷോട്ട് 2 കഥാപാത്രങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ അവരെ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആംഗിളിൽ ഷൂട്ട് ചെയ്യുന്നു. ഇനി ആ 2 പേർക്കും ഇടയിലൂടെ നേർരേഖയിൽ ഒരു ഇമാജിനറി സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഈ റൂൾ അനുസരിച്ച് ആ വരയുടെ ഒരു വശത്ത് നിന്ന് മാത്രമേ നമുക്ക് ബാക്കി ക്ലോസപ്പുകളും സജഷൻ ഷോട്ടുകളും എടുക്കാൻ പാടുള്ളൂ. നമ്മൾ ആ ലൈൻ ക്രോസ് ചെയ്ത് അപ്പുറത്തെ വശത്ത് പോയി ക്യാമറ വെച്ചാൽ കാണുന്ന പ്രേക്ഷകർക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഇനി ശങ്കറിന്റെ കാര്യത്തിലേക്ക് വരാം. മുതൽവൻ എന്ന സിനിമയിൽ അർജുന്റെ കഥാപാത്രം മുഖ്യമന്ത്രിയെ ഇന്റർവ്യൂ ചെയ്യുന്ന സീൻ എടുക്കാം. ആദ്യം അർജുൻ റൈറ്റിലും CM ലെഫ്റ്റിലുമാണ്. സംഭാഷണം മുന്നോട്ട് പോകുമ്പോൾ CM പറയുന്നു, മുതൽവന്റെ കഥ എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, തൊട്ടടുത്ത നിമിഷം അർജുൻ ലെഫ്റ്റിലും CM റൈറ്റിലുമായി മാറുന്നു. പക്ഷെ ഇത് ശങ്കറിന് പറ്റിയൊരു മിസ്റ്റേക്ക് അല്ല കേട്ടോ. അദ്ദേഹം വളരെ ബുദ്ധിപരമായി ആ റൂള് ബ്രേക്ക് ചെയ്തതാണ്. കാരണം ആ നിമിഷം മുതൽ CM ചോദിക്കുന്നത് അർജുൻ നേരത്തെ ചോദിച്ച പോലുള്ള ചോദ്യങ്ങളാണ്. അർജുനാണെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുടെ മെന്റൽ സ്റ്റേറ്റിലുമായി. ആ കഥാപാത്രങ്ങൾ തമ്മിലുള്ള റോൾ റിവേഴ്സൽ പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ ഈ പൊസിഷൻ മാറ്റം സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് റൂൾസ് അറിഞ്ഞുകൊണ്ട് തന്നെ അത് ക്രിയേറ്റീവായിട്ട് ബ്രേക്ക് ചെയ്യുന്നത്. ഇതുപോലെ ബ്രില്യൻ്റ് ആയിട്ട് ഈ റൂള് ബ്രേക്ക് ചെയ്ത ഏതെങ്കിലും സിനിമകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ.